വിദ്യാകേന്ദ്രമായ കാശിയിൽ പോയ ചന്ദ്രശേഖർ സംസ്കൃതം പഠിച്ചു. അമരകോശവും ലഘുകൗമുദിയുമൊക്കെ ഹൃദിസ്ഥമാക്കി. അതിനിടയിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന ഒരു സമരം ബാലനായ ചന്ദ്രശേഖർ കാണുന്നത്. കോൺഗ്രസിന്റെ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള സമരമായിരുന്നു അത്. സമരഭടന്മാരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാരെ കണ്ട് അവന് സഹിച്ചില്ല. കയ്യിൽ കിട്ടിയ കല്ലെടുത്ത് ഒരേറ് കൊടുത്തു. ചന്ദ്രശേഖർ അറസ്റ്റിലുമായി. വിലങ്ങിട്ടാണ് ചന്ദ്രശേഖരെ കൊണ്ടുപോയത്. അവന്റെ കൈകളാകട്ടെ വിലങ്ങിന് പാകമായിരുന്നില്ല. വിലങ്ങൂരി പോലീസുകാരെ പരിഹസിക്കലായി. പിന്നെ വേറെ വഴിയില്ലാതെ രണ്ട് കൈകളും ചേർത്ത് പോലീസുകാർ വിലങ്ങിട്ടു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. സ്വാതന്ത്ര്യ സമര പോരാളികളെ കണ്ടുകൂടാത്ത ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു അയാൾ. ഒരു നരുന്തു ചെക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങുകയോ തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കൽപ്പന. ജയിലിലിടാൻ ചന്ദ്രശേഖറിന് പ്രായമായിരുന്നില്ല. താൻ തന്റെ പണി നോക്കടോ എന്ന മോഡലിൽ ചന്ദ്രശേഖർ തിരിച്ചും പറഞ്ഞു. പേരെന്താടാ എന്നായി മജിസ്ട്രേറ്റ്. ആസാദ് എന്ന് മറുപടി. അച്ഛന്റെ പേര് സ്വാതന്ത്ര്യം, വീട് ജയിൽ. മജിസ്ട്രേറ്റ് കോപം കൊണ്ട് വിറച്ചു. 12 ചാട്ടവാറടികളായിരുന്നു ശിക്ഷ. ഓരോ അടിക്കും അവൻ ഭാരത് മാതാ കി ജയ് വിളിച്ചു. പുറം പൊളിഞ്ഞ് ചോര ഒഴുകിയപ്പോഴും മുദ്രാവാക്യത്തിന്റെ വീര്യം ഒട്ടും കുറഞ്ഞില്ല. ചാട്ടവാറടിക്കാർ അന്തം വിട്ടു. ഒരു 14കാരന് ഇത്ര ശക്തിയോ ഇത്ര സഹനമോ? ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബാലനെ ആർപ്പുവിളികളോടെ ജനങ്ങൾ എതിരേറ്റു. അവനെ എടുത്തുയർത്തി അവർ ഭാരതമാതാവിന് ജയ് വിളിച്ചു. ഒപ്പം അവന്റെ പേര് അവരുച്ചത്തിൽ പറഞ്ഞു. ആദ്യം ഒരു മന്ത്രം പോലെ, പിന്നെ അത് ഉച്ചസ്ഥായിലായി. ആസാദ്, ചന്ദ്രശേഖർ ആസാദ്.